രാവിലെ ഇത് ഇങ്ങനെ ഒരു കപ്പ് ചായ കുടിച്ചിരിക്കുന്ന ഒരു സുഖമില്ലേ, അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, ദിയാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 75 കിലോ ഉണ്ടായ ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റൊക്കെ കുറയ്ക്കണം എന്ന് തോന്നിയപ്പോൾ എനിക്ക് ആദ്യം നേരിട്ട പ്രശ്നം ഷുഗർ കട്ടിംഗ് ആണ്. എനിക്ക് ഷുഗർ കട്ടിംഗ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, കാരണം എനിക്കങ്ങനെ പലഹാരങ്ങളോടൊന്നും അത്ര താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷേ മധുരം ഇട്ടിട്ടുള്ള ഒരു ചായ അതെനിക്ക് നിർബന്ധമായിരുന്നു. രാവിലെയും വൈകിട്ടും ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പം തലവേദന വരും. അങ്ങനെ ഡയറ്റ് തുടങ്ങിയപ്പോൾ ഈ ചായ എന്നുള്ളത് എൻ്റെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. പക്ഷേ എനിക്കതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. തലവേദന എടുത്തിട്ട് എൻ്റെ എല്ലാ ദിവസവും തലവേദന അങ്ങനെയായി. അപ്പോൾ മധുരം ഇട്ടിട്ട് ചായ കുടിക്കും വേണം, എന്നാൽ എനിക്ക് വണ്ണം കുറയ്ക്കും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള പല വഴികൾ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ ആദ്യം ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഷുഗർ ഫ്രീ ജാഗരി പൗഡറുകൾ അങ്ങനെ പലതൊക്കെ ഉപയോഗിച്ചു. പക്ഷേ അതൊന്നും ഇട്ട് കുടിക്കുമ്പോഴും എനിക്ക് ചായയുടെ നമ്മുടെ നാച്ചുറലായിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇന്ത്യൻ കോഫി ഹൗസിൽ ദോശ കഴിക്കാൻ പോയപ്പോൾ അവിടെ ബില്ലിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് പലഹാരങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ശർക്കരപ്പൊടിയുടെ ഒരു ചെപ്പ് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ വെച്ചു, കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പലഹാരം ഉണ്ടാക്കാൻ ഈ ശർക്കരപ്പൊടി മേടിക്കുക. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് അത്യുത്തമം, പിന്നെ അയൺ കണ്ടൻ്റ് ഉണ്ട്, കാൽസ്യത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഉണ്ടെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനതൊരു ചെപ്പ് മേടിച്ചു. പിന്നീട് വീട്ടിലെത്തിയിട്ട് ചായ വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇത് ചായയിലിട്ട് കുടിച്ചുകൂടാന്ന്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായക്ക് 1 സ്പൂൺ ജാഗരി പൗഡർ ഈ ശർക്കരപ്പൊടി ഇട്ട് കുടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് നല്ല രസം തോന്നി. അത്ര നാൾ കുടിച്ചിരുന്നത്, അത് ഷുഗർ ഫ്രീ ഒക്കെ ഇട്ട് കുടിച്ചിരുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രുചി, നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടൊരു ടേസ്റ്റൊക്കെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തു, വീട്ടിലെല്ലാവർക്കും ചായ വെച്ചപ്പോൾ ഷുഗർ മാറ്റിയിട്ട് ഈ ശർക്കരപ്പൊടി ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അത്. അങ്ങനെ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ഷുഗർ ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ ഈ ശർക്കരപ്പൊടിയാണ് ഉപയോഗിക്കുക, പലഹാരങ്ങളിലായാലും ചായയിലായാലും. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഗെയിനൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമായി. ഞാൻ കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഈ ജാഗരി പൗഡർ തന്നെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ സാധാരണ വീട്ടിൽ ചായ വെക്കുമ്പോൾ ചിലപ്പോൾ ചായയുടെ പാലിൻ്റെ ഒരു ചുക എടുത്ത് നിൽക്കും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യും, ഏലക്കായ ഇഞ്ചിയൊക്കെ ചതച്ചിടും. പക്ഷേ ഈ ശർക്കരപ്പൊടി ഉപയോഗിച്ചിട്ട് ചായ വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫ്ലേവറും വേണ്ട. ഇതിന് തന്നെ എന്തോ ചെറിയൊരു നല്ലൊരു ഫ്ലേവറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചായ വയ്ക്കുമ്പോൾ നമുക്ക് നല്ല, അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക്, അത് ഷുഗർ ഉപയോഗിക്കാണ്ട്, അല്ലാണ്ട് ചായ ഹെൽത്തിയാന്നല്ല പറയണത്, നമ്മൾ ചായ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് നല്ല ഷുഗർ ഉപയോഗിക്കാണ്ടുള്ള ചായയും കുടിക്കാം, എന്നാൽ നമ്മുടെ വെയിറ്റ് ഗെയിനെ ബാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാലറിയാം, എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട്, പിന്നെ എത്ര ബോട്ടിലാണ് ഇവിടെ കഴിഞ്ഞിരിക്കണേ. ഞാൻ ഇത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള കോഫി ഹൗസിൽ പോയിട്ട് അത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുക ചെയ്യും. അപ്പോൾ എന്നെപ്പോലുള്ള ചായ ലവേഴ്സിനും ഡയറ്റ് എടുക്കുന്നവർക്കും, അതല്ല ഡയറ്റ് എടുക്കാത്തവർക്കായാലും ചായ ലവേഴ്സിനായാലും ഒരു പ്രത്യേകമായ രുചി അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടൊരു ചായയുടെ ടേസ്റ്റ്, പഞ്ചസാര ഇടാണ്ട് ഒരു ചായയുടെ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശർക്കരപ്പൊടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വെയിറ്റ് ലോസിൻ്റെ എന്തെങ്കിലും ടിപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.